ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. മക്കളെ, നമുക്ക് ഭഗവത്ഗീത ഒന്ന് രണ്ട് ഖണ്ഡിക നോക്കാം. ഒത്തിരി ദിവസമായി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 3-ാം അധ്യായത്തിൻ്റെ കർമ്മയോഗം 3-ാം അധ്യായം അതിൻ്റെ 34-ാമത്തെ ശ്ലോകത്തിൽ എന്താ ഭഗവാൻ പറഞ്ഞു കൊടുത്തത്? ഇന്ദ്രിയങ്ങളെ, എല്ലാ അതായത് ശ്രോത്രാദികളായ എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതാതിൻ്റെ വിഷയങ്ങളായ ശബ്ദാദികൾ രാഗവും ദ്വേഷവും ഒഴിച്ചുകൂടാത്തവയാകുന്നു. അവയുടെ അധീനത്തിൽ പെടരുതേ. എന്തെന്നാൽ ശ്രേയോ മാർഗത്തെ തടയുന്ന ശത്രുക്കളാകുന്നു. അപ്പോൾ നമുക്ക് ഈ ലോകത്ത് ആരാ നമുക്ക് ശത്രുക്കളായിട്ടുള്ളത്? നമ്മൾ തന്നെ ഇരിക്കുന്ന കാമക്രോധാദികളാണ് നമ്മുടെ ശത്രു. അതുകൊണ്ടാണ് നമ്മൾ ഇന്ദ്രിയങ്ങളെല്ലാം നമ്മൾ കടിഞ്ഞാണിടണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇന്ദ്രിയങ്ങളുടെ പുറകെ നമ്മൾ പോകരുത്. കാരണം ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കി നമ്മുടെ ചൊൽപ്പടി നിർത്തണം. ഇന്ന് എല്ലാവരും ഇന്ദ്രിയങ്ങളുടെ പുറകെ അവരുടെ ചൊൽപ്പടിയായിട്ട് നമ്മൾ അങ്ങോട്ട് ഓടുക. എന്തിനെങ്കിലും പോകുന്നതിന് പുറകെ നമ്മൾ കൂടെ അങ്ങ് പോകുക. പക്ഷെ നമ്മളതിനെ വരുതിയിൽ നിർത്തണം. കുതിരയ്ക്ക് കടിഞ്ഞാനിട്ട് ഇവിടെ നെല്ല് കുതിരേ, ഇന്ന വഴി പോകൂ, ഇന്നടത്ത് പോകണം എന്ന് നമ്മളാണ് നിയന്ത്രിക്കുന്നത്. അതുപോലെ നമ്മൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിക്കണമെന്നാണ് അവിടെ ഭഗവാൻ പറയുന്നത്. അതുകൊണ്ടാണ് അവയുടെ അധീനത്തിൽ പെടരുത് നമ്മൾ. എന്തെന്നാൽ ശ്രേയോ മാർഗത്തെ തടയുന്ന ശത്രുക്കളാണ്. എന്ത് ശ്രേയോ മാർഗം വഴി. ശ്രേയോ എന്താണ്? ശ്രേയസ്, തേജസ്, നമ്മുടെ ഈശ്വരങ്ങളിലേക്കുള്ള വഴി, പരമാത്മാവിലേക്ക് ആ പ്രകാശം കിട്ടാനുള്ള വഴി. അതിന് തടസ്സമാണ് ഈ ശത്രുക്കൾ. ഈ ഇന്ദ്രിയങ്ങളെ വരുതിയിൽ വെക്കാതെ വിട്ടാൽ. കാരണം നമ്മൾ അല്പനേരം നന്നായി പ്രാർത്ഥിച്ച് സന്തോഷമായിട്ട് ഭഗവാനെ ആരാധിച്ച് നല്ല അനുഭൂതിയിൽ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഒരു ടി വിയിൽ ആരെങ്കിലും അപ്പുറത്തോ മുറിയിലോ കാണാൻ ടി വിയിൽ സൗണ്ട് കേൾക്കുമ്പോൾ പോയി ഉടനെ ചാടി എവിടെ നമ്മൾ അറിയത്തില്ല, ഇന്ദ്രിയം അങ്ങ് പോയി. കേൾക്കാനായിട്ട് ഇവിടെ നിന്ന് കേട്ട് കാണാനായിട്ട് ഉടനെ ശരീരം എടുത്ത് അവരുടെ കൂടെ അങ്ങ് പോയി. അപ്പം നമ്മളുള്ളിരിക്കുന്ന ആരാണ്? ഈ ശരീരത്തിൽ ഒരാളുണ്ടല്ലോ, ആ ആള് ഇന്ദ്രിയത്തിൻ്റെ പുറകെ പോയി. ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചതുകൊണ്ട് വല്ല അർത്ഥമുണ്ടോ? അതെല്ലാം ഒഴുകിപ്പോയില്ലയോ? അതുകൊണ്ട് ശ്രേയോ മാർഗത്തിന് തടസ്സമല്ലേ? അതാണ് നമ്മുടെ വരുതിയിൽ നിർത്തണം ഇന്ദ്രിയങ്ങളെ എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പം അങ്ങനെ വരുതി നിർത്തിയാൽ നമ്മൾ ഇവിടെ ഇരിക്കും, ഇവിടെ നിന്ന് പ്രാർത്ഥിക്കും, ഏത് മുറിയിൽ എന്ത് കേട്ടാലും ശ്രദ്ധിക്കത്തില്ല. നമുക്ക് എന്താണ്, ഒരു ഭക്തൻ്റെ കാര്യമാണ്. സാധാരണ കുട്ടികളുടെ ഒരു 10, 45, 50 വയസ്സിനകത്തുള്ള കുട്ടികളുടെ കാര്യമല്ല. അവർ പ്രാർത്ഥനയിൽ കൂടി അതും കാണും ഇതും കാണും. അവരുടെ ഈ ലോക ജീവിതം കൂടെ അവർക്ക് ആവശ്യമുണ്ടല്ലോ. പക്ഷേ അവിടെ കഴിഞ്ഞൊരു 50, 65, 60 കഴിഞ്ഞപ്പോൾ എന്ത് വേണം? അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമുക്ക് അത് ചെന്നാൽ പിന്നെ ഇത് കിട്ടത്തില്ല. ഇത് നന്നായി ഇതിനെ തന്നെ പ്രയത്നിച്ചാലേ ഇത് കിട്ടും. ഇത് രണ്ടും കൂടെ ആയാൽ നടക്കത്തുമില്ല. അപ്പം നമ്മൾ മനസ്സിൽ നിന്ന് ഇന്ദ്രിയങ്ങളെ മറ്റ് കാഴ്ചപ്പാടെല്ലാം ഈ ലോകത്തിലേക്കുള്ളെല്ലാം നിർത്തിയിട്ട് അതിലെല്ലാം മനസ്സുകൊണ്ട് പിൻവലിച്ച് എങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ ഭഗവാന്റെ ഇരിക്കുള്ള ചിന്തയിൽ അത് കിട്ടിയാൽ അത് തന്നെ ഉള്ളിലിരിക്കണം. അത് തന്നെ ശ്രദ്ധിച്ചെങ്കിലേ ആ ഒരു അനുഭൂതി, ആ അനുഗ്രഹം, ഭഗവാന്റെ കൃപ നമ്മളിലേക്ക് ഉണ്ടാകും. ഇത് 2 മണിക്കൂറൊക്കെ ഇരുന്നങ്ങോട്ട് ധ്യാനിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഇന്നത്തെ കാര്യം നേടി ഉടനെ പോവും അടുത്ത കാര്യത്തിന്. അപ്പം എന്തോ ഈ ഇരിക്കുന്ന നേടിയെടുത്തതെല്ലാം ഒഴുകിപ്പോകും. വേണ്ടാത്ത കാര്യം മനസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അത് അഴുക്ക്. രണ്ടും 2 രീതിയാണല്ലോ. ആത്മീയവും ലൗകികവും രണ്ടും 2ആണ്. ഇപ്പം ലൗകികത്തിലിരിക്കുന്ന അഴുക്കിനെ മാലിന്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കാമക്രോധാദികളെല്ലാം നമ്മുടെ ഉള്ളത്തിൽ നിന്ന് കഴുകി പോകണമെങ്കിലും ആത്മീയമായി ചെല്ലുമ്പോഴാണ്. അപ്പോൾ ആത്മീയം ഇരിക്കുന്നതിന് മറ്റ് ഈ ലോക ചിന്ത ചെല്ലുമ്പോൾ ആത്മീയം ഒഴുകിപ്പോകും. രണ്ടും അങ്ങനെയാണ്. അപ്പോൾ ആത്മീയം ഒഴുകി പോകാതിരിക്കണമെങ്കിൽ നമ്മൾ വേണ്ടാത്ത അത് കാണണ്ട, കൊള്ളുന്നതൊക്കെ കാണാം. ഭക്തിപരമായ എന്തെല്ലാം ഉണ്ട് അതൊക്കെ കാണാം. എന്നാൽ ഇതിൻ്റെ യഥാർത്ഥ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കണ്ടെന്ന് പറഞ്ഞൊന്നും പോകത്തുമില്ല. നേടിക്കഴിഞ്ഞാൽ നമ്മളെ മനസ്സ് അവിടെ പോകത്തില്ല. അതാണ് അതിൻ്റെ കാരണം. അമൃതം ഉണ്ടിട്ട് അമേദ്യം കഴിക്കത്തില്ലല്ലോ, അതോ അവസ്ഥയാകും. അഥവാ കണ്ടുകൊണ്ടിങ്ങനെ ഇരുന്നാലും ഒന്നും ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധിച്ചാൽ ദേഷ്യവും വരും. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഒന്നും ഉള്ളിലോട്ട് ഇഴിഞ്ഞിറങ്ങത്തില്ല. എന്താ ഉള്ളു നിറച്ചിരിക്കുന്നത്? എന്താ? ആ ആത്മീയമായ ചിന്തകളാണ്. അതാണ് നമ്മുടെ അനുഭൂതി നമ്മുടെ ഉള്ളത്തിരിക്കുന്നത്. അതുകൊണ്ട് അത് എത്തിപ്പിടിക്കുന്നത് വരെ നമ്മൾ കുറേ ശ്രദ്ധിച്ച് ഇന്ദ്രിയങ്ങളെ കടിഞ്ഞാനിട്ടെങ്കിലേ ഇത് കിട്ടും. ഒരു ഭക്തൻ്റെ കാര്യമാണേ പറയുന്നത്, എല്ലാവരുടെയും കാര്യമാണെന്ന് വിചാരിക്കല്ലേ.
അല്ലാത്തവർക്ക് രണ്ടും കൊണ്ട് നടക്കണം. അവർക്ക് പിന്നെ എന്തിനാ നമ്മൾ ടി വി ഒക്കെ ലോകത്ത് വെച്ചേക്കുന്നത് കാണാനല്ലേ? എല്ലാവരും ചോദിക്കും, എന്നാൽ പിന്നെ അതിൻ്റെ ഒന്നും കാര്യമില്ലാന്നല്ലേ, അതൊക്കെ മേടിച്ച് വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവരുണ്ട് കാണും. അവർക്ക് വേണ്ടിയാണ് ഈ പറയുന്നത്. അവർക്ക് ഒരു പരുവം വരെ ഇതെല്ലാം ഞാനും അങ്ങനെ കണ്ടതാണല്ലോ. ഇപ്പം എത്ര 4-5 വർഷം കൊണ്ട് ഇതൊന്നും നോക്കാറേ ഇല്ല. പൊടിയും തട്ടി അതിൻ്റെ മണ്ട മൊത്തം പൊടിയായത് അത് തുറക്കാറേ ഇല്ല. അപ്പോൾ ഒരു പരുവമാകുമ്പോൾ നമ്മൾ ഇത് വിട്ടു പോയില്ലേ പിന്നെ ഇത് കിട്ടത്തില്ല. ഇതിന് നമുക്ക് കുട്ടിനാളിലെ ഈശ്വരാരാധനയും വേണം, ലൗകികവും വേണം. അത് പോയിട്ട് നമ്മളൊരു പരുവം കഴിയുമ്പോൾ സ്വന്തം കാലിൽ നമ്മുടെ കുട്ടികളെല്ലാം നിർത്തി നമ്മളെ വേണ്ടതെല്ലാം ഒതുക്കി, പരീക്ഷത്ത് അങ്ങനെ എല്ലാം ത്യജിച്ച് പോയതുപോലെ നമുക്ക് ഒരു സമയമാകുമ്പോൾ അതൊക്കെ വേണം. അത് ഭഗവാൻ പറയാൻ ശ്രേയോ മാർഗത്തിന് തടസ്സമാണ്, നമുക്ക് നമ്മുടെ ശത്രുവാണ് ഇതെല്ലാം ഈ ലോകത്തുള്ള കാര്യങ്ങൾ. അതുകൊണ്ടാണ് പറയുന്നത്. 35 നമുക്ക് വായിക്കാം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണ പരധർമാൽ സ്വനുഷ്ഠിതാൻ സ്വധർമ്മീ നിധനം ശ്രേയ പരധർമ്മോ ഭയാവഹ. ഞാനിത് സംസ്കൃത പദമാണ്. എന്നും എൻ്റെ മക്കൾക്ക് പറയാൻ അവർക്കറിയാം, എനിക്ക് അറിയത്തില്ലെന്ന്. പക്ഷേ പുതിയതായിട്ട് ആരും കേൾക്കുന്നുണ്ടെ വിചാരിച്ചോണം ഞാൻ പഠിച്ചിട്ടില്ല, അതുകൊണ്ട് എന്തോ ഒന്ന് വായിച്ച് പഠിച്ചു. ഇപ്പോൾ അതിൻ്റെ ഞാൻ ഇതിനകത്ത് ഇത് പറയാനുണ്ട്. ഇത് വായിച്ചപ്പോൾ എനിക്ക് അറപ്പില്ല, ഭയമില്ല. അതിൻ്റെ കാരണം ഇനി പറയാൻ പോണത്. നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട സകലാംഗ പൂർത്തിയോടുകൂടി ചെയ്യപ്പെട്ട അന്യൻ്റെ ധർമ്മത്തിനേക്കാൾ ഗുണമില്ലാത്തതാണെങ്കിലും കുറച്ച് അംഗഹീനമായിരുന്നാലും സ്വധർമ്മം അധികം പ്രശസ്യമാകുന്നു. പണ്ടൊക്കെ നമുക്കൊക്കെ എല്ലാവർക്കും ഓരോ ധർമ്മം ഉണ്ടായിരുന്നു. ഇപ്പം അർജുനന് കൊടുക്കുന്ന ഉപദേശം, അർജുനൻ്റെ കുലത്തൊഴിൽ എന്താണ്? ആ പാരമ്പര്യം യുദ്ധമാണ്. അതേസമയം അന്ന് വേറെ പലർക്കുമൊക്കെ ഇപ്പം എൻ്റെ അമ്മയൊക്കെ അമ്മ പറയാം, അമ്മ കുട്ടിനാളിൽ നല്ലതുപോലെ നെയ്ത്തറിയാം, നല്ല ഷാളൊക്കെ നെയ്യുമായിരുന്നു കേട്ടിട്ടുണ്ട്. ഏതോ ഒരു പ്രധാനി ഞാൻ മറന്നുപോയി. എൻ്റെ കുഞ്ഞമ്മയ്ക്ക് ജോലിക്കെങ്ങാണ്ട് ആദ്യമായിട്ട് പോകുമ്പോൾ അമ്മ ഈ നെയ്ത ഷാളിട്ടുണ്ട്. അവിടെ ഇത് ഉദ്യോഗസ്ഥരാരോ ഇത് എങ്ങനെ ഇത് ചോദിച്ചു. അത്ര നന്നായി നെയ്തെന്ന് കേട്ടിട്ടുണ്ട്. പറയാൻ കാരണം നമുക്ക് ഓരോരുത്തർക്കും ഓരോ കുലത്തൊഴിലുണ്ട്. അത് ഇപ്പം ഇച്ചിരി കുറഞ്ഞ ജോലി ആയാലും ചിലർക്ക് വലിയ ഇപ്പോൾ ഒരു ഡോക്ടർക്കുള്ളതും ഒരു നെയ്ത്തുകാരൻ രണ്ടും രണ്ട്. പക്ഷെ അവരവർക്കുള്ള ആ ധർമ്മം അവർക്ക് വലുതാണല്ലോ. അതുകൊണ്ടാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്, നല്ലവണ്ണം അനുഷ്ഠിക്കപ്പെട്ട സകലാംഗ പൂർത്തിയോടുകൂടി ചെയ്യപ്പെട്ട അന്യൻ്റെ ധർമ്മത്തിനേക്കാൾ ഗുണമില്ലാത്തതാണെങ്കിലും, വലിയ ഡോക്ടറൊന്നും വേണ്ട, പക്ഷെ നമുക്കുള്ള നെയ്ത്തായാലും കുറച്ച് അംഗഹീനമായിരുന്നാലും സ്വധർമ്മം അധികം പ്രശസ്യമാകുന്നു. അപ്പോഴെന്താണ് അത് കാരണം? പ്രശസ്യമാകാൻ കാരണം ഇപ്പം ഒരു അന്യൻ്റെ നല്ല ഇപ്പം ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഇപ്പം ഒരു സംഗീതം പഠിച്ച ഒരാൾ, ഇവരൊക്കെ നല്ല കേമന്മാരാണ്, നമ്മൾക്ക് എന്തോ നിസ്സാരമായ ഒരു നെയ്ത്താണ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പണിയാണ് അത് കുറച്ച് അംഗഹീനമായിരുന്നാലും സ്വധർമ്മം, നമ്മുടെ ധർമ്മം ആ നെയ്ത്താണ്, അല്ലെങ്കിൽ തയ്യലാണ്, എന്തെങ്കിലാണ് അത് അധികം പ്രശസ്യമാകുന്നു എന്ന് ഭഗവാൻ പറയുന്നു. എന്താ അത് പറയാൻ കാരണം? അർജുനൻ്റെ കാര്യം നോക്കുമ്പോൾ അർജുനൻ അവിടെ പറഞ്ഞ ധർമ്മം എന്താണ്? യുദ്ധമാണ്. അത് ആ ക്ഷത്രിയർക്ക് പറഞ്ഞേക്കുന്നുണ്ടാണ് ഭഗവാൻ അത് തന്നെ എടുത്ത് പറയുന്നത്. അതുകൊണ്ട് സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവന്, അപ്പം നമുക്ക് എന്താണ് പറഞ്ഞേക്കുന്നത് അതിൽ പ്രവർത്തിക്കുന്നവന് മരണം പോലും ശ്രേഷ്ഠമാകുന്നു. അവർക്ക് മരണം പോലും ശ്രേഷ്ഠമാകുന്നു. എന്താ കാരണം? എന്നാൽ പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നു. ഇപ്പം നെയ്ത്തുകാരൻ വിചാരിക്കുന്നു എനിക്കൊന്ന് പാടണം. പാട്ടുകാർക്കൊക്കെ എന്തൊരു നല്ല സംഗീതം പഠിച്ചൊക്കെ എന്തൊരു സന്തോഷം, അവരൊക്കെ എല്ലാവരും അവരെല്ലാം ഇപ്പം തന്നെ നമുക്ക് സ്റ്റാർ സിംഗർ എന്ന കുട്ടികളൊക്കെ എത്രമാത്രം ബഹുമാനം അവർ അർഹിക്കുന്ന കുട്ടികൾ. അപ്പോൾ ഒരു വിവരവും അറിയാത്ത ഒരാൾ പോയി പാടാൻ പറ്റുമോ? അഥവാ മൂളിപ്പാട്ടും പാടില്ല, അവർക്ക് ഉള്ളിലൊരു അറപ്പ് കാണും. പാട്ടിനെ പറ്റി ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും തൊഴിലായാലും മതി, ഇപ്പം തയ്യലായാലും മതി. അയാൾക്ക് തയ്യൽ അറിയില്ല, പക്ഷേ എനിക്കും തയ്ക്കണം എന്ന് പറഞ്ഞ് നമ്മൾ തയ്ക്കാൻ ചെന്നിരുന്നാൽ നമുക്ക് അറപ്പുണ്ടാവും, ഭയമുണ്ടാവും, ശരിയാണോ എന്തോ. പക്ഷെ നെയ്ത്തിന് ഭയമില്ല. കാരണം എന്താ? അമ്മയും അച്ഛനും ചെയ്യുന്ന ജോലിയല്ലേ, നമ്മുടെ കുടുംബ തൊഴിലല്ലേ. അപ്പോൾ അതിനകത്ത് യാതൊരു അറപ്പുമില്ല. അതിൻ്റെ ഉദാഹരണം ഞാൻ പറയട്ടെ. ഇപ്പം ആശാരിമാർ നന്നായി പണിയുന്ന ഒരു മേശരി, ആ മേശയുടെ മകൻ ഉളിയെടുത്ത് ഒരു അറപ്പില്ല അങ്ങ് ചെയ്യും, ഒരു പേടിയില്ല. എന്താ കാരണം? ആരെയും ഭയക്കണ്ട, സ്വന്തം അച്ഛൻ്റെ ജോലിയാണ് ചെയ്യുന്നത്, ആരെ ഭയക്കണം? ഇവിടെ ആ ഭയത്തെയാണ് ഇവിടെ ചിന്തിക്കുന്നത്. ഭയം വന്നുകൂടാ.
നമ്മുടെ ധർമ്മം, നമ്മുടെ ജോലി നമുക്ക് ചെയ്താൽ നമുക്ക് ഭയം ഉണ്ടാവത്തില്ല. എന്നാൽ പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നു. ഈ ഭയമാണ് നമുക്ക് നരകപ്രാപ്തിക്ക് ഹേതു. ഇതിൽ നിന്നൊന്ന് മനസ്സിലാക്കാനുള്ള ഒറ്റ ഇതേ ഉള്ളൂ. നമ്മുടെ ഇപ്പം നെയ്ത്തൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊന്നും നമുക്കില്ല. എൻ്റെ അമ്മയുടെ കുട്ടിക്കാലത്തെ കാര്യമാണ് പറഞ്ഞത്. എൻ്റെ അറിവിൽ എൻ്റെ അമ്മ ഭക്തയായിരുന്നു. ഗുരുഭക്തി ചരിത്രവും ഭാഗവതമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, അച്ഛനും ഒരു സന്യാസി. ഇതൊക്കെ അറിയാവുന്ന ഒരാൾ. അപ്പോൾ എൻ്റെ കൺവെട്ടത്ത് എനിക്ക് എന്താ അറിയാവുന്നത്? അച്ഛൻ്റെ അമ്മയുടെ തൊഴിൽ ഇതാണ് അറിയാവുന്നത്, ജ്യോതിഷവും. അപ്പോൾ ഈ പരധർമ്മ എന്താണ് നമുക്ക് എൻ്റെ അച്ഛനും അമ്മയും ചെയ്യുന്ന തൊഴിൽ, ഇപ്പം ഈ ഭഗവത്ഗീതയും ഭാഗവതമൊക്കെ അത് എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ആണെന്നുള്ള ചിന്ത എൻ്റെ ഉള്ളിലുണ്ട്, ഞാൻ പഠിച്ചിട്ടില്ലെങ്കിലും. അതുകൊണ്ടാണ് എനിക്ക് ഭയമില്ലാത്തത്. അതേസമയം എന്നെപ്പോലെ വേറൊരു സ്ത്രീയാണ് ഇതെടുത്ത് വായിക്കുമ്പോൾ അവർക്ക് ഭയം ഉണ്ടാവും. എന്താ, അയ്യോ ഞാൻ ഈ വായിക്കുന്നത് തെറ്റോ ശരിയോ, എനിക്കിത് ഞാൻ പറഞ്ഞതൊക്കെ തെറ്റായിരിക്കും, ഉള്ളിലൊരു ഭയം. എനിക്കാണെങ്കിലോ ഭയമില്ല, ഞാൻ പറയുന്നത് മൊത്തം തെറ്റാണെന്ന് എനിക്കറിയാം, കാരണം ഞാൻ പഠിച്ചിട്ടില്ലല്ലോ. പക്ഷെ എന്താ ഇത്രയും മനസ്സിന് ഒരു സന്തോഷത്തിലും ഭയമില്ലാതെ എന്താ, അമ്മയും അച്ഛൻ്റെയും ഒരു വാസന കിടക്കുന്നു. ആരെ ഭയക്കണം? ഇത് പറയുന്നതിന് ഭഗവാൻ അത്രമാത്രം ഉള്ളിലൊരു പ്രേമമുണ്ട് ഭഗവാനോട്. ആ പ്രേമത്തിൽ നിന്നാണ് നമുക്ക് പറയുമ്പോൾ അറപ്പുണ്ടോ, ഭയമുണ്ടോ? ഈ ഭയമാണ് നരകത്തിന് കാരണം. ഞാൻ അതേസമയം എനിക്ക് എൻ്റെ ഈ ജോലി അല്ലാതെ ഞാനൊരു എന്ത് പണി പറയട്ടെ, ഇപ്പം കറണ്ടിൻ്റെ പണി, വയറിങ്ങിൻ്റെ പണി, എൻ്റെ ഭർത്താവിന് അതിൻ്റെ പണിയാണ്. ഞാൻ കയറി എനിക്കും ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഇന്ന് തൊട്ടാൽ അയ്യോ അത് തൊട്ടാൽ പേടിയാ, കറണ്ട് അടിക്കുമോ എന്നൊരു ഭയം ഉണ്ടാകും. ഈ ഭയം എന്താ വരുന്നത്? നരകത്തിന്. നമ്മുടെ ഹൃദയത്തിനകത്ത് ശുദ്ധത ഇല്ല, ഭയം. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഡോക്ടർ ചെയ്യുന്ന പണി നമുക്ക് ചെയ്യാൻ പറ്റുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പണിയാവട്ടെ, അത് നമുക്ക് പറയാത്ത പണികൾ അറിയാത്തതേ ചെയ്താൽ അതിനൊരു ഉൾഭയം ഉണ്ടാവും. പഠിച്ചാലൊരു അറപ്പ്. അതേസമയം ഞാൻ പഠിക്കാതെ കണ്ട് ഈ അറപ്പില്ലാതെ ചെയ്യുന്നത് എന്താണ്? എനിക്ക് തന്നെ എന്നെപ്പറ്റി ഉദാഹരണം പറയാനകത്തുണ്ട്. അതുകൊണ്ട് നരകപ്രാപ്തിക്ക് ഹേതുവാകുന്നു ഭയം ഉണ്ടെങ്കിൽ, ഞാനിത് എൻ്റെ അച്ഛനും അമ്മയും തരാണ്ട് ഞാനിത് ഒന്നും പഠിക്കാണ്ട് എടുത്തു വെച്ച് എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഞാനിത് എൻ്റെ സന്തോഷം കൊണ്ടാണ് പറഞ്ഞത്, മക്കളെ തെറ്റ് കാണും, അവിടെ ഞാൻ ആനന്ദിക്കുക, അല്ലാതെ ഭയമല്ല. എനിക്ക് ഉള്ളിൽ ആനന്ദമാണ് മക്കളെ. അതെന്താ കാരണം? ദേഹാഭിമാനം ഇല്ല. ഈശ്വരനിലേക്ക് ലയിച്ചു കഴിഞ്ഞൊരു വ്യക്തിക്ക് ആരോട് തെറ്റെന്ന് പറയുന്നതിനും ശരി എന്ന് പറയാനും യാതൊരു അജ്ഞാനവും കൂടെ പറയാൻ പറ്റും. ഒരാളുടെ തെറ്റ് ചെയ്തു പോയാൽ മക്കളെ ഞാൻ തെറ്റാ ചെയ്തെന്ന് പറയാനുള്ള ഒരു ഉള്ളുവിളി നമ്മളെ ഉള്ളിലുണ്ട്. അവിടെ ആരോടും നാണം തോന്നിക്കത്തില്ല. ഇന്ന് എല്ലാവരുടെയും അവജ്ഞ എന്താണ്? ഈ ഈശ്വരങ്ങളിലേക്ക് എത്തപ്പറ്റാൻ പറ്റാത്തത് ഒരു തെറ്റ് ചെയ്താൽ മൂടി വയ്ക്കും. ഈ മൂടി വയ്ക്കുന്നത് എന്താണ്? അതൊക്കെയാണ് അജ്ഞാനങ്ങൾ, ഹൃദയത്തിലെ അജ്ഞാനങ്ങൾ. ഇതൊക്കെയാണ് നമുക്ക് ഈ നമ്മുടെ പ്രകാശം കിട്ടാത്ത ആണ് നമ്മുടെ ഉള്ളം നിറച്ചിരിക്കുന്നത്. പക്ഷെ എനിക്കിവിടെ ഇത് തെറ്റാണെങ്കിൽ പോലും എനിക്ക് യാതൊരു ഭയം ഉള്ളിലില്ല. കാരണം ഞാൻ എൻ്റെ കണ്ണൻ്റെ കാര്യമില്ലേ പറയാ. എനിക്കറിയാവുന്നതേ അത്രയും അറിയണമെന്ന് ഭഗവാൻ അറിയാമല്ലോ, എൻ്റെ മക്കൾക്കും ഇതറിയാമല്ലോ. ഞാൻ അതുകൊണ്ട് നേരത്തെ കുട്ടിക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ LKG UKG ഉള്ളത്. എന്താ കാരണം? എനിക്ക് ഞാനെന്നുള്ള ഭാവം എനിക്കില്ല. ഞാൻ ഇതൊക്കെ പഠിച്ചില്ലെങ്കിലും പഠിച്ചെന്ന് കാണിച്ച് ഗമിച്ചെന്നും പറയുന്നില്ലല്ലോ, എനിക്ക് അറിഞ്ഞുകൂടെന്നല്ലേ ഞാൻ പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല, എൻ്റെ ഹൃദയം വെടുപ്പാണ്. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു ഇവിടെ പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നു. എനിക്കറിയാൻ മേത്തൊരു കാര്യം ചെയ്താൽ എനിക്ക് ഭയം ഉണ്ടാകും, നരകപ്രാപ്തിക്ക് ഹേതുവാകുന്നു. ഇതാണ് നമ്മുടെ ഭയമാണ് നരകപ്രാപ്തിക്ക്. അതേസമയം ഞാൻ പഠിച്ചില്ലെങ്കിലും എൻ്റെ അച്ഛൻ്റെ അമ്മയും ചെയ്ത തൊഴിലായതുകൊണ്ട് എനിക്കിത് ഭയം കൂടാതെ ഞാൻ പറയുന്നു. അച്ഛൻ്റെ അമ്മയുടെ ആ കൃപ എന്നിലൂടെ ഒഴുകുന്നു. അപ്പോൾ ഞാനിത് ഭയമില്ലാതെ ഭഗവാനിൽ ചേർന്ന് ഇത് ഭഗവാന്റെ ദാസി എനിക്കറിയാൻ വണ്ണം പറയുന്നു. അതിലെന്താ എനിക്ക് കുറച്ചിൽ? എനിക്കൊരു കുറച്ച് മറ്റുള്ളവർ എന്നെ എന്ത് പറയാനാ? എനിക്കറിയാമല്ലോ, എനിക്ക് അറിഞ്ഞൂടെന്ന്. എനിക്ക് അറിയാമെന്നുണ്ടെങ്കിൽ വേണ്ടേ എനിക്ക് ഭയക്കാൻ? അയ്യോ ഞാൻ പറയാൻ തെറ്റാണല്ലോ എന്ന് ചിന്തിക്കേണ്ട കാര്യം എന്താ? എനിക്ക് അറിഞ്ഞൂടല്ലോ. അറിയാത്ത ഞാൻ ഇതൊക്കെ പറയുന്നെന്താ? ഇതെൻ്റെ ഭഗവാന്റെ ഇഷ്ടം ചെയ്യുന്നു. നിങ്ങൾ വിചാരിക്കും ഞാൻ എന്താ അറിയണം, എന്തിനാ ഇത് പറയുന്നത്, നിങ്ങൾക്ക് വെറുതെ വീട്ടിൽ ഇരുന്നൂടെ? പക്ഷെ നടക്കത്തില്ല. ഭഗവാൻ പറഞ്ഞ് ചെയ്യാൻ, നിനക്ക് ഉള്ളത് കൊടുത്താൽ മതി, നീ തെറ്റ് പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു, എനിക്ക് ഭയം കൂടാതെ ചെയ്യുന്നു. ഭഗവാൻ അറിയാം ഇത് ഞാനിത് പറയാൻ ഭയം ഉണ്ടാവാതെ ചെയ്യുമെന്ന്. അതേസമയം ചിലർക്കാണെങ്കിൽ ഭഗവാൻ പറയും നീ ചെയ്യല്ലേ എന്ന് പറയും. കാരണം എന്താ? നിനക്ക് ഭയമുണ്ട്, അതുകൊണ്ട് നീ ചെയ്യരുതേ, കാരണം നീ നരകത്തിൽ പോകും. അതുകൊണ്ട് അർജുന, നീ നിന്റെ തൊഴിൽ ചെയ്യൂ, നിനക്ക് യുദ്ധമാണ് നിന്റെ തൊഴിൽ, അത് നീ ചെയ്യൂ, നീ ഭയക്കണ്ട, അത് നിനക്കുള്ള പ്രവൃത്തി, അതാണ് നിന്റെ ധർമ്മം, അതാണ്. അപ്പോൾ നിനക്ക് ഭയം കൂടാതെ നിനക്ക് ചെയ്യാം. ഇതാണ് ഇതിൽ പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ എന്ത് മനസ്സിലാക്കണം?
നമ്മുടെ ഉള്ളത്തിൽ വേണ്ടാത്തത് വെച്ച് ചെയ്യണ്ട. അത് ഭയം ഇല്ലെങ്കിൽ നമുക്ക് പറഞ്ഞേക്കുന്ന കർമ്മം നമുക്ക് ചെയ്യാം. അത് ധർമ്മമാണ്. അത് നമ്മുടെ ധർമ്മം. അതാ ഭഗവാൻ പറയുന്നത്, കുറച്ച് അംഗഹീനമായിരുന്നാലും അത് തെറ്റായാലും അതാണ് എൻ്റെ അർത്ഥം. നമ്മൾ തൊഴിൽ ഇപ്പം ആശാരിപ്പണിയാണോ, അത് ശരിക്കും തെറ്റാണ് ചെയ്യുന്നെങ്കിൽ പോലും അത് അധികം സ്വധർമ്മമാണ്, നിന്റെ ധർമ്മമാണ്. അത് നിനക്ക് പ്രശസ്യമാകുന്നു. അതാണ് ഇതിപ്പോൾ ചെയ്യുന്ന എൻ്റെ അച്ഛനും അമ്മയുടെ ഒരു വാസനയാണല്ലോ എന്നിൽ കിടക്കുന്നത്. അതുകൊണ്ട് ഇത് ഞാൻ തെറ്റാണെങ്കിൽ പോലും, അതാണ് ഇവിടെ പറയുന്നത്, കുറച്ച് അംഗഹീനമായിരുന്നാലും പിന്നെ ഗുണമില്ലാത്തതാണെങ്കിലും, ഇവിടെ ഗുണമില്ലെങ്കിൽ പോലും കുറച്ച് തെറ്റാണെങ്കിൽ പോലും നിന്റെ ധർമ്മമാണ്. ഇത്രയും കിട്ടിയാൽ പോരെ. ഇതൊന്നും ഞാൻ അറിഞ്ഞല്ല സത്യത്തിൽ. എൻ്റെ ഹൃദയത്തിൽ ഇതിങ്ങനെ വെമ്പൽ കൊണ്ട് ചെയ്ത, പക്ഷെ ഇത്രയും വ്യക്തമായിട്ട് ഭഗവാനെ എഴുതി ഇത്രയും വെച്ചേക്കുമ്പോൾ എനിക്ക് എന്തൊരു ആനന്ദമാണ് ഞാൻ ചെയ്യുന്നത്. ഭഗവാന് യാതൊരു ഭയവും എനിക്കില്ല. ആശാരിപ്പണിക്കാരൻ്റെ മകൻ ആശാരിപ്പണി ചെയ്ത അദ്ദേഹത്തിന് യാതൊരു ഭയമില്ലാതെ കുട്ടിയിരുന്ന് ചെയ്യും. കാരണം എന്താ, അറപ്പും പുളിപ്പും ഇല്ല. എൻ്റെ അച്ഛൻ ചെയ്ത് ഞാനും ചെയ്യുന്നു. അവിടെ ആരെ ഭയക്കണം? നമുക്കാകലും ആ പണി അറിയാമോ? നമ്മളെ കാണുമ്പോൾ അത് ഭയക്കേണ്ട കാര്യം നമുക്കത് അറിയാമെങ്കിലല്ലേ ആ കുട്ടി ഭയക്കേണ്ട കാര്യമുണ്ട്. നമുക്കിപ്പോൾ തന്നെ ഈ ഭഗവത്ഗീത എൻ്റെ അടുപ്പ് ആരും ഇരിപ്പുണ്ടെങ്കിൽ അവർക്കിത് എന്തെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ പിന്നെ എനിക്കെന്തിനാ ഭയക്കുന്നത്? പിന്നെ ഭഗവാൻ പറയുന്നത്, നിന്റെ ധർമ്മം ഇതാണ്, അല്പമേ ഉള്ളൂ. അറിവില്ലയോ? അംഗഹീനമാണോ? അല്പമേ ഉള്ളൂ, പൂർത്തീകരിക്കാൻ നിനക്ക് അറിയില്ലേ? കുഴപ്പമില്ല, നിന്റെ ധർമ്മമല്ലേ, നീ അത് ചെയ്തോളൂ. ഇതാണ് ഭയക്കാതിരിക്കണം. അതാ ഈ ഭയമാണ് നമ്മൾ നരകത്തിൽ പോകുന്നതാണ്. മരണം പോലും ശ്രേഷ്ഠമാകുന്നു അങ്ങനെയാണെങ്കിൽ. അതുകൊണ്ട് അർജുന, നീ ചെയ്യുന്ന കർമ്മത്തിന് വലിയ ഗുണമൊന്നും ഇല്ലെങ്കിൽ പോലും നിന്റെ സ്വധർമ്മമാണ്, നിന്റെ ധർമ്മമാണ്. അതുകൊണ്ട് നീ അത് ചെയ്താൽ നിനക്ക് നരകത്തിൽ പെടാതെ നിന്റെ ധർമ്മം നീ അത് ചെയ്തേ പറ്റൂ. അത് നിനക്ക് പറഞ്ഞേക്കുന്നതാ. പണ്ടത്തെ കാലത്ത് പിന്നെ അങ്ങനെ തന്നെയാണ് താനും. അന്ന് ഇതൊക്കെ ബ്രാഹ്മണർക്കാണ് പറഞ്ഞിരുന്നത്. ഇപ്പം പിന്നെ എല്ലാവരും എല്ലാം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. എന്നാലും ഞാൻ പറയുന്നത്, നമ്മുടെ ധർമ്മം എന്താ, നമുക്ക് ഭയം ഉണ്ടാവരുത്. നമുക്കത് ഹൃദയശുദ്ധിയോടുകൂടി തന്നെ കൊടുക്കണം. തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും നമ്മുടെ ഹൃദയം വെടുപ്പായി അതിന് ആനന്ദപ്രദമായി നല്ല സന്തോഷത്തോടെ നമ്മുടെ ഉള്ളിൽ അറിഞ്ഞേകൂടെ തെറ്റാണെന്ന്. കാരണം നമ്മളെ മനസ്സിലെന്താ, ഈശ്വരനാണല്ലോ, ഈശ്വരനോട് ചെയ്യുന്നതാണല്ലോ. അവിടെ അറിഞ്ഞുകൂടെങ്കിലും ഭഗവാൻ പറയുന്നത് നീ കൊടുത്തേരേ എന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് എന്നുവെച്ചാൽ കുറച്ച് അംഗഹീനമായിരുന്നോട്ടെ. എന്താ അംഗഹീനം? ശരിക്കും പറയാൻ അറിഞ്ഞുകൂടെന്നാ അതിൻ്റെ അർത്ഥം. അതാണ് അത് മനസ്സിലാക്കേണ്ടത്. അപ്പോഴെന്നാലും നിനക്ക് നിന്റെ സ്വധർമ്മത്തിൽ പ്രവർത്തിക്കുന്നവന് മരണം പോലും ശ്രേഷ്ഠമാകുന്നു. എന്നാൽ പരധർമ്മം ഭയത്തെ ഉണ്ടാക്കുന്നു, നരകപ്രാപ്തി ഹേതുവാകുന്നു. ആ ഭയമാണ് അതിൽ സംഭവിക്കുന്നത്. അപ്പം അതുകൊണ്ട് അർജുന, നീ നിന്റെ കാര്യം തെറ്റായിക്കൊള്ളട്ടെ, അത് നീ അറിയണ്ട. അത് ശ്രേയസ്സാണ്, അത് നരകപ്രാപ്തിയിലേക്ക് പോകത്തില്ല, അത് ശ്രേഷ്ഠമാകുന്നു. നീ അല്ലാതൊരു കർമ്മം ചെയ്താൽ വേറൊരുത്തരുടെ കർമ്മത്തിൽ ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ എന്ത് വരും, നിനക്ക് ഭയം ഉണ്ടാക്കും. അതുകൊണ്ട് നീ അത് ചെയ്യേണ്ട, നീ നിന്റെ തൊഴിൽ തന്നെ ചെയ്തേരേ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇതെന്തൊരു നല്ലൊരു കാര്യമാണ്. 36 അധകേന പ്രയുക്തോയം പാപം ചരതി പുരുഷ അനിച്ഛന്ന വർഷ്ണയാ ബലാദിവ നിയോജിത. അർജുനൻ പറഞ്ഞു, അല്ലയോ വൃഷ്ണിവംശത്തിൽ അവതാരം ചെയ്തവനേ. അർജുനൻ ഭഗവാനോട് പറയുന്നു, വൃഷ്ണിവംശത്തിൽ അവതാരം ചെയ്തവനേ, എന്നാൽ മനുഷ്യൻ പാപം ചെയ്യുവാൻ ഇച്ഛിക്കുന്നില്ല. എങ്കിലും ആരാൽ എന്തിനാൽ പ്രേരിതനായിട്ട് ബലമായി നിയോഗിക്കപ്പെട്ടവനെന്ന പോലെ പാപത്തെ ചെയ്യുന്നു. ഇന്ന് ഞാനിപ്പം ഞാൻ എന്നെപ്പറ്റി ഒരു ഉദാഹരണം പറയാം. പാപം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ധരിക്കുന്നത് എന്താണ്? കൊല്ലുക എന്നൊക്കെ ആണല്ലോ. മനസ്സാ വാച കർമ്മണ ചെയ്യുന്നതെല്ലാം മനസ്സുകൊണ്ട് ദുഷ്ടത ചിന്തിച്ചാലും അത് പറഞ്ഞാലും അത് പ്രവർത്തിച്ചാലും ഒക്കെ പാപമാണ്. അപ്പോൾ പ്രവൃത്തിയിലും കൊണ്ടുവരുന്നത് എന്താ പാപം? ദ്രോഹങ്ങൾ ചെയ്യുക. ഇന്ന് അത് ഒരു മനുഷ്യൻ ഇച്ഛിക്കുന്നില്ല. അർജുനൻ പറഞ്ഞത് അങ്ങനെ ഒരാളും ഇച്ഛിക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ പാപം ചെയ്യാൻ ഇച്ഛിക്കുന്നില്ല. എങ്കിലും ആരാൽ എന്തിനാൽ പ്രേരിതനായിട്ട് ബലമായി നിയോഗിക്കപ്പെട്ടവൻ എന്ന പോലെ പാപത്തെ ചെയ്യുന്നു. ഇപ്പം അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ എൻ്റെ മക്കളുടെ കുട്ടിക്കാലത്ത് ആണ്ടിൽ ഒരു ദിവസമെങ്കിലും അവർക്ക് കോഴിയുടെ ഇറച്ചി കഴിക്കണമായിരുന്നു. അപ്പോൾ ബലമായിട്ട് ഞാൻ എത്ര പറഞ്ഞാലും കേൾക്കാതെ ബലമായിട്ട് എൻ്റെ ഭർത്താവ് കോഴിയുടെ ഇറച്ചി കൊണ്ടുവന്ന് പിള്ളേർക്ക് കൊടുക്കും വേവിക്കാൻ. ഞാൻ വേവിക്കത്തില്ല, അദ്ദേഹം തന്നെ വേവിച്ച് കൊടുക്കും. അപ്പം എന്തിന് പ്രേരിപ്പിക്കുന്നു? അദ്ദേഹത്തിനും വേണം, കുട്ടികൾക്കും വേണം. അപ്പം ഞാനും കൂടെ അതിന് പ്രേരണ ചെയ്താൽ എനിക്കും എന്ത് വരും? എനിക്ക്
പാപം ചെയ്യേണ്ടെന്ന് എൻ്റെ മനസ്സിലുണ്ട്, ഇച്ഛിക്കുന്നില്ല. എന്നാൽ മനുഷ്യൻ പാപം ചെയ്യുവാൻ ഇച്ഛിക്കുന്നില്ല. എങ്കിലും ആരാൽ, എന്തിനാൽ പ്രേരിതനായിട്ട്, അപ്പോൾ എൻ്റെ ഭർത്താവിനായിട്ടോ മക്കൾക്കായിട്ടോ പ്രേരിതനായിട്ട് ബലമായി നിയോഗിക്കപ്പെട്ടവൻ എന്ന പോലെ പാപത്തെ ചെയ്യുന്നു. ഞാനും അതിന് ഒത്തുനിന്ന് അത് അംഗീകരിച്ച് ചെയ്തും എടുത്തും കഴിച്ചു നിന്നാൽ അപ്പോൾ അവിടെ പാപം വരുന്നില്ലേ? അങ്ങനെ എൻ്റെ ആഗ്രഹം എന്താ? പാപത്തെ ചെയ്യതേ വേണ്ട, വേണ്ട, പാപം വേണ്ട. പ്രേരിതനായിക്കൊണ്ട് നമ്മൾ ആ പാപം ചെയ്യുന്നു. അപ്പോഴെന്താ? ആഗ്രഹം. മക്കൾക്ക് കൊടുക്കണം, ഭർത്താവിനത് വേണം, അപ്പോൾ ഭാര്യയും ഒത്തു നിൽക്കുന്നു, അല്ലെ ഭാര്യയ്ക്ക് വേണം, ഭർത്താവും ഒത്തു നിൽക്കുന്നു. ബലാത്കാര്യമായിട്ട് പാപമേ ചെയ്യാൻ ഇഷ്ടവുമല്ല, എന്നാൽ ആർക്കു വേണ്ടിയോ പ്രേരിതനാകുന്നു, അങ്ങനെ ചെയ്യുന്നു. അതെന്താ കാരണം? ഈ രജോ ഗുണമാണ് അതിന് കാരണം. ഈ കാമം, രജോ ഗുണം എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളാണ്. ഇതിപ്പോൾ സാധാരണക്കാരുടെ കാര്യമല്ല ഇത് പറയുന്നത്. ഒരു അർജുനന് കൊടുക്കുന്ന ഉപദേശം നമുക്ക് ഭക്തന്മാർക്ക് വേണ്ടുന്ന ഉപദേശമാണ്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന മറ്റു മക്കൾ, ചെറുപ്പക്കാർ മക്കൾക്ക് ഇത് കേട്ട് ഈ തള്ളയ്ക്ക് ഞങ്ങൾക്ക് തിന്നണ്ടേ എന്നൊക്കെ ചോദിച്ചാലേ, അറിവില്ലാത്തവർ എന്തൊക്കെയോ കഴിക്കുന്നു, തിന്നുന്നു, അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. അവരറിയുന്നില്ലല്ലോ. പാപം അറിയുന്ന ഒരു വ്യക്തികളാണ് ഭക്തന്മാരിതറിയും. അവർക്ക് പാടില്ല, അത് പാപമാണ്. ഭക്തന്മാർ അറിഞ്ഞില്ലെങ്കിൽ കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന കൂട്ടത്തിൽ മത്സ്യത്തിന് ഞാൻ വലിയ പാപം വെച്ചില്ല. ഈ ബലാത്കാര്യമായിട്ട് വലിച്ചിറുക്കി കെട്ടി കൊല്ലാക്കൊല ചെയ്യുന്ന ഈ മൃഗങ്ങളോടുള്ള പാപമാണ്. അതൊക്കെ അത്രമാത്രം കഷ്ടതയാണ്. മത്സ്യങ്ങൾ പിന്നെ ഒരേ മത്സ്യങ്ങൾ മറ്റതിനെ കൊല്ലുന്ന കണ്ടിരിക്കുന്നില്ലല്ലോ. അവർ മൊത്തത്തെ കൂട്ടത്തോടെ കിടന്നങ്ങ് പടച്ച് മരിക്കുന്നത് പാപം തന്നെയാണ്, ഇല്ലെന്നല്ല. മറ്റതങ്ങല്ല, മറ്റു നിൽക്കുന്നത് കാണുന്ന ഈ കൊല്ലാൻ കൊണ്ട് പോകുന്നതിന്, ഈ കൊല്ലുന്നതും നേരത്തെ ഒന്നിനെ കണ്ട് ഇതെല്ലാ ദുഃഖവും കൊണ്ട് ഇതങ്ങനെ പേറുവാ ഭഗവാനേ, അതിൻ്റെ വേദനയും, അത് മഹാപാപമല്ലേ. അതുകൊണ്ട് ഇത് ആർക്ക് വേണ്ടി പ്രേരിതനാകുന്ന? ആഗ്രഹം. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാൾ കഴിക്കുന്നില്ല, പാപമെന്ന് പറഞ്ഞാലും മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്താലും അതും പ്രേരിതനായിട്ട് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെ പാപത്തെ ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് അർജുനൻ ചോദിക്കുന്നത്. ശരിയല്ലേ? അർജുനൻ പറഞ്ഞ ശരിയല്ലേ? എത്രമാത്രം ശരിയാ. പക്ഷേ ആരാൽ, എന്തിനാൽ പ്രേരിതനായിട്ട് ബലമായി നിയോഗിക്കപ്പെട്ടവനെന്ന പോലെ പാപത്തെ ചെയ്യുന്നു. എന്നാൽ ചിന്തിക്കുന്നു. ഇപ്പം എൻ്റെ ഭർത്താവിന് ചിലപ്പോൾ അദ്ദേഹം ചിന്തിക്കത്തില്ല, ഇപ്പോഴും ചിന്തിക്കാറില്ല. പക്ഷേ അദ്ദേഹം അന്ന് ചിന്തിച്ചാൽ പോലും മക്കൾക്ക് വേണ്ടി പാപം ചെയ്തെന്ന് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഞാൻ അന്നും ചിന്തിക്കുന്നില്ല, ഇന്നും ചിന്തിക്കുന്നില്ല, എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനത് പറഞ്ഞാൽ കേൾക്കത്തില്ല. എനിക്ക് ഇന്നാണെങ്കിൽ അതല്ലേ ഞാൻ ഇങ്ങനെ ഒറ്റയ്ക്ക് കഴിയുന്നത്. ഇന്നായാലും കൂട്ടത്തിൽ കിടന്നാൽ അവരിതൊക്കെ ഇവിടെ ചെയ്യും. അതുകൊണ്ട് എന്നെ ഭഗവാൻ വേറെ നിർത്തിയേക്കുക. അവരെല്ലാം ഒരു വഴിക്ക് കിടന്നോട്ടെ, ഞാൻ വേറൊരു വഴിക്കും കിടന്നോട്ടെ. ഇതാണ് ഒരു ഭക്തനെ ഭഗവാന്റെ വഴിയെ നിർത്തും. നമുക്ക് തോന്നിയും പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. അപ്പോൾ നമ്മൾ എന്താ പഠിക്കേണ്ടേ? ആഗ്രഹമാണ് നമ്മുടെ ശത്രു. ആഗ്രഹം എന്താണ്? മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ചെയ്താലും അത് ആഗ്രഹമല്ലേ, അവർക്ക് വേണ്ടിയുള്ള ആഗ്രഹം പാപമല്ലേ. അപ്പോൾ ഇതിനെല്ലാം ഒഴിഞ്ഞു മാറണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പരുവാപം വിട്ടുകളയുക, എല്ലാത്തിൽ നിന്നും വിരമിക്കുക. നമുക്ക് അല്ലാതെ നടക്കത്തില്ല. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പാപം ചെയ്യേണ്ടി വരും. അവർക്ക് ചെയ്ത് കൊടുത്തില്ലെങ്കിലോ, എനിക്കിത് പണ്ടേ ചെയ്യാൻ അറിയത്തുമില്ല, ഞാൻ ചെയ്യത്തുമില്ല, തൊടത്തുമില്ല. അങ്ങനെ അന്നൊക്കെ എന്തൊക്കെയൊക്കെ ചിലപ്പം അങ്ങനെ തൊട്ടിട്ടില്ല. ഒരിക്കലെങ്ങാണ്ട് എന്നെ കൊണ്ട് കൈ അങ്ങ് പിടിപ്പിച്ച് ഇങ്ങനെ അങ്ങനെ ചെയ്യും. ഞാനിങ്ങനെ കണ്ടൊക്കെ ഒരു തുണിയൊക്കെ വെച്ച് പിടിച്ച് ഇങ്ങനെ പിടിച്ചു. പക്ഷെ എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെ അത് ഈ കോഴിയാണേ, അല്ലാത്തതൊന്നും വാങ്ങിച്ചിട്ടില്ല, അതൊരിക്കലും ചെയ്തിട്ടില്ല. പക്ഷേ ഈ കോഴിയെ പോലും അങ്ങനെ ചെയ്തുകൂടാ. എനിക്കത് ഇഷ്ടമല്ല. അതുകൊണ്ട് എനിക്ക് അങ്ങനെ കഴിക്കുന്ന വീട്ടുകളിൽ ചെന്ന് അവരോട് സഹകരിച്ച് നിൽക്കാൻ എനിക്ക് വയത്തോണ്ടാ മക്കളൊക്കെ വിളിച്ച് ഞാൻ പോകാത്തത്. എനിക്കത് താല്പര്യമില്ല. അപ്പോൾ എന്താ പറയുന്നത്? അപ്പം നമ്മൾ അതിൽ നിന്നെല്ലാം വാൽമീകി വിട്ടതുപോലെ വിടണം. വാൽമീകിക്ക് അറിയുന്നതിന് മുമ്പ് എല്ലാം ചെയ്തു പോയി. അറിഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? എല്ലാത്തിനും വിരമിച്ചു. നമ്മളൊരു ഭക്തൻ അങ്ങനെ ആവുമ്പം അങ്ങനെയാണ്. അതുവരെ എല്ലാവരും എന്തൊക്കെയോ കഴിക്കുക, ഇഷ്ടമാണ്. ഞാനിതിപ്പോൾ എല്ലാവരെയും അങ്ങനെ ഞാനായിട്ട് എന്ത് വിലക്കാനാ? ഒരാൾ പറഞ്ഞിട്ട് ഈ ലോകത്തുള്ള എല്ലാവരും എനിക്ക് ശത്രുക്കളാവത്തേ ഉള്ളൂ. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അത്രയേ ഉള്ളൂ. അത് ചെയ്യേണ്ടതെല്ലാം അവരവരാണ്. അതുകൊണ്ടാണ് അർജുനൻ പറയുന്നത് ബലമായി നിയോഗിക്കപ്പെട്ട് അങ്ങനെ വേണ്ടി നമ്മൾ പാപത്തെ ചെയ്യുന്നില്ലേ എന്ന്. അപ്പോൾ അതിന് സമയമുണ്ടോ? അപ്പോൾ ഭഗവാൻ പറയുന്നു, അർത്ഥം പറഞ്ഞു തരാം, മറ്റു വാക്യം സമയം എടുക്കും. ശ്രീ ഭഗവാൻ പറഞ്ഞു, രജോ ഗുണത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഈ കാമം തന്നെ ശത്രു, അതുതന്നെയാണ് തടസ്സം. അപ്പം നമുക്ക് തടസ്സം എന്താണ്? ശത്രു ആണ്. ശത്രു എന്താണ്? ആഗ്രഹമാണ് നമ്മുടെ ശത്രു. അതാണ് നമുക്ക് തടസ്സം. അത് എവിടെ നിന്ന് കിട്ടുന്നു? രജോ ഗുണം. സാത്വിക ഗുണമുള്ളവർക്ക് അത് വരത്തില്ല. അവർക്ക് അത് ചെയ്തുകൂടാന്ന് അവർക്കറിയാം.
അതല്ല ഇവിടെ 3 ഗുണമുള്ളത്. രജോ ഗുണമാണ് ഈ ആഗ്രഹങ്ങളുടെ പുറകെ ഓടും. ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ തിന്നണം, രസനേന്ദ്രിയത്തിനെ പിടിച്ച് നിർത്തിയാൽ നിൽക്കത്തില്ല. എനിക്ക് കഴിച്ചേ പറ്റും, നാക്കിൽ കൂടെ ഇങ്ങനെ പറയുമ്പോഴേ വെള്ളം ഒഴുകുന്നവരുണ്ട്. അത് കഴിച്ചേ പറ്റൂ. അപ്പോഴവിടെ പാപത്തെ പറ്റി അവർ ചിന്തിക്കുന്നില്ല. ആ നാക്കിൻ്റെ രുചി അവർ നോക്കൂ. ആ പാപമാ, അതൊക്കെ അവിടെ കിടക്കട്ടെ, എനിക്ക് തിന്നേ പറ്റൂ. എന്താ കാരണം? ആഗ്രഹം ശത്രു. അതിന് തടസ്സം നേരിടുമ്പോൾ ക്രോധമായും പരിണമിക്കുന്നു. അത് കിട്ടിയില്ലെങ്കിലോ, ആഗ്രഹം നടന്നില്ലെങ്കിലോ ക്രോധം. അതായത് ഇപ്പം ഒരു ഇറച്ചി തരുന്നതിന് വലിയ ക്രോധം വരത്തില്ല. പക്ഷേ ഒരു സ്വന്തം വീട്ടിലൊരു മകന് തിന്ന് കുടിക്കണം, എന്താ മദ്യം കുടിക്കണം, അയാളുടെ കയ്യിൽ കാശുമില്ല. അപ്പോൾ അമ്മയടുത്തും അച്ഛൻ്റെ ഒന്ന് ചോദിക്കും, അമ്മ എനിക്ക് ഇത്ര രൂപ വേണം, എനിക്ക് കുടിക്കണം. അപ്പോൾ നന്നായി തിന്നൊക്കെ കുടിക്കണ്ടേ? അയാളുടെ കാശില്ല, അമ്മയുടെ ചിലപ്പോൾ ഉണ്ടോ ഇല്ലെന്നോ അവൻ ചിന്തിക്കുന്നതേ ഇല്ല. ആ ആഗ്രഹം അമ്മയുടെ കയ്യിൽ ചിലപ്പോൾ കുറേ നാൾ കൊടുത്തൊക്കെ ഇരുന്നും കാണും, തീരെ നിവർത്തിയെ കൊടുക്കാൻ കാണൂലല്ലോ. ഉടനെ ഇയാൾക്ക് ക്രോധമായി. അപ്പോൾ അച്ഛനോടും ക്രോധം വരും. മനഃപൂർവ്വം മക്കൾ നന്നാവാൻ വേണ്ടി കൊടുക്കാതെ ഇരിക്കും. അപ്പം ഈ ആഗ്രഹം നേടാതിരിക്കുമ്പോൾ എന്ത് വരും? ക്രോധമായി. ഈ ക്രോധം എന്ത് പറയുന്നു? അതിന് ഇരയായി എന്ത് കിട്ടിയാലും മതിയാകയില്ല. എന്ത് കിട്ടിയാലും ക്രോധം വന്നാൽ പിന്നെ ലഗാനുമില്ല. അമ്മയാണോ, അച്ഛനാണോ, കുഞ്ഞുങ്ങളാണോ, ഒരു ശ്രദ്ധയില്ല. നായയാണോ, അവിടെയുള്ള മൃഗത്തിനെയും വെട്ടിക്കൊന്ന്, മക്കളെയും അതായത് സഹോദരങ്ങളുണ്ടോ അതിനെയും വെട്ടിക്കൊന്ന്, അമ്മയും വെട്ടിക്കൊന്ന്, കിട്ടുന്ന എത്ര കിട്ടിയാലും മതിയാകത്തില്ല, ഇരയാണ്. ഈ ആഗ്രഹം മുഴുത്ത് അത് കിട്ടാതെ വരുമ്പോൾ, ഈ പൈസ കിട്ടാതെ വരുമ്പോൾ അവിടെ എല്ലാവരും ഒരു ശത്രുവാ. പിന്നെ ആഗ്രഹമാണ് ഈ ശത്രുവായത്, വേറൊന്നുമല്ല. അവന് പൈസ കിട്ടിക്കൊണ്ടുപോയി കുടിക്കാനുള്ള ആഗ്രഹമില്ലാതെ വന്നപ്പോൾ ഈ ആഗ്രഹം അവൻ്റെ ശത്രുവായി മാറി. അപ്പോൾ അവൻ ആരെ കിട്ടിയാലും വെട്ടിക്കൊല്ലും. അതാണ് ഇര. ആരെ കിട്ടാനും മതിയാകത്തില്ല. അവൻ്റെ ആഗ്രഹം നിറവേറുന്നവരെ കൈ കിട്ടുന്നവരെ മൊത്തം അങ്ങ് വെട്ടിക്കൊല്ലും. ഇന്ന് ലോകത്ത് നടക്കുന്നതെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് അതാണ് മഹാപാപം. അപ്പോൾ എന്താ? ആഗ്രഹങ്ങളുടെ പുറകെ പോകുമ്പോഴാണല്ലോ ഈ ആഗ്രഹമാണ് ശത്രുവായി മാറുന്നത്. ആഗ്രഹം മുഴുത്തങ്ങ് കാമം അങ്ങ് കൂടിക്കൂടി വരുമ്പോൾ ഒരു പെണ്ണിനെ കിട്ടണമെന്നും പറഞ്ഞിരിക്കും. പെണ്ണിനെ കിട്ടിയില്ലെങ്കിൽ ആഗ്രഹം മുഴുത്തങ്ങ് കാമമായി, അതിനെ ക്രോധമായി. പിന്നെ ആ പെണ്ണിനെ എന്ത് ചെയ്യുന്ന? മുഖം മൊത്തവും എന്തൊഴിക്കുക? പെട്രോൾ അല്ലല്ലേ, എന്താണ്ട് ഒഴിക്കുമല്ലേ, അങ്ങ് മറന്നുപോയി. ഡീസലോ, എന്തോ പൊള്ളുന്നേ, പെട്രോളല്ല, ആസിഡ്. ആസിഡൊക്കെ ഒഴിക്കുന്ന എന്താ? അവളെ മുഖം മേലാരും കാണണ്ട, അവൾ അതുകൂടെ തൊലിയൊക്കെ വിരിഞ്ഞ് വികൃതമായി മുഖമൊക്കെ അങ്ങനെ ആകട്ടെ, അല്ലെങ്കിൽ മരിച്ചോട്ടെ. എന്താ കാരണം? അവൻ്റെ ആഗ്രഹം അവൻ്റെ ശത്രു. ആ ശത്രു അങ്ങനെ മുഴുത്ത് ക്രോധം അങ്ങ് മുഴുത്ത് വരുമ്പോൾ അതാണ് ആഗ്രഹം. കാമം എന്ന് പറഞ്ഞാൽ ആഗ്രഹത്തിലും കടന്ന കാമം. ആ കാമം അങ്ങോട്ട് കിട്ടാറുമ്പോൾ ക്രോധമായിട്ട്, അത് വലിയ ക്രോധമായിട്ട് പിന്നെ ലക്കില്ലാത്ത വട്ടര പോലുള്ള ലക്കേട് വരും. ആ എന്തായാലും കുടിക്കാത്തതും കൂടെ വിഷമം കിടക്കുന്നു. കുടിച്ചല്ലേ പറ്റും. അപ്പോഴത്തെ എല്ലാം കൊണ്ടും അങ്ങ് ഒരു വികൃതിയായി, ഒരു ഭ്രാന്തനെ പോലെ ആയിട്ട് എന്ത് കിട്ടിയാലും അവന് മുഴുക്കത്തിൽ, ആരെയെല്ലാം വെട്ടിക്കൊന്നാലും അവന് തീരത്തില്ല കലി. അങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് അതാണ് മഹാപാപം. ഈ സംസാരത്തിൽ അതിനെ ശത്രുവായി നീ അറിഞ്ഞാലും ഈ പ്രപഞ്ചത്തിൽ, ഈ ലോകത്തിൽ ഇതാണ് നമ്മുടെ ശത്രു. ആരാണ്? രജോ ഗുണത്തിൽ കൂടി വരുന്ന ആഗ്രഹങ്ങൾ. രജോ ഗുണം മാറ്റി സാത്വഗുണമാക്കണം. നമ്മളൊരു 50-55 വയസ്സിൽ തീർത്തും നമ്മൾ രജോ ഗുണം കളയണം, സാത്വികത്തിലേക്ക് കടക്കണം, അതൊക്കെ മേലെയാകണം. അതാണ് യഥാർത്ഥ സന്യാസി. കാരണം നമ്മുടെ ഗൃഹത്തിൽ തന്നെ സന്യസിക്കാൻ എങ്ങും പോകണ്ട. നമ്മൾ വീട്ടിൽ തന്നെ ഈശ്വരൻ അതിന് വഴി ഒപ്പിച്ചു തരും യഥാർത്ഥ ഭക്തന്. അവരെ ഇതിൽ നിന്നെല്ലാം വിരമിപ്പിക്കാൻ വേണ്ടി ഈ ദുഷ്ടതകൾ നിറഞ്ഞു തീരുന്ന മക്കൾക്കൊക്കെ കഴിക്കേണ്ട, ഇപ്പോൾ കൊച്ചുമക്കൾക്ക് അവർക്ക് പറയുന്നത് പ്രോട്ടീൻ പിന്നെ എങ്ങനെ ചെല്ലും, ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ എങ്ങനെയാ, ഇതൊക്കെ ചോദിക്കുന്ന മക്കളോട് നമ്മൾ എന്ത് ഉത്തരം പറയാനാ? അവർക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കണം. ഇങ്ങനെ പറയുമ്പോൾ അവരെന്തോന്നായിക്കട്ടെ, അവരെന്തെങ്കിലും അത് പഠിക്കുമ്പോൾ പഠിച്ചോട്ടെ. അതായത് ഭഗവാൻ പറയുന്നത് എന്താണ്? ഇപ്പം മക്കളായാലും ആരായാലും അർജുന, നീ ഇളക്കി തീർക്കരുത് അവരങ്ങനെ ഇരുന്നോട്ടെ, അവരങ്ങനെ നശിച്ചോട്ടെ. എന്താ കാരണം? അവരെ ഇളക്കി തീർത്താൽ ഒരു രക്ഷയില്ല. അവർക്ക് അറിഞ്ഞുകൂടാ, അവർ മൗഢ്യത്തിലാണ് ജനിച്ചത്, മൗഢ്യം. അപ്പം നമ്മൾ എന്ത് വേണം? ഭർത്താവായാലും മക്കളായാലും കൊച്ചുമക്കളായാലും ആ ഒരു സമയത്ത് അറിയുമ്പോൾ അറിഞ്ഞോട്ടെ. നമ്മൾ പറയാനുള്ള പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, പിന്നെ ആ മൗഢ്യം അവരുടെ ഉള്ളിൽ കിടക്കുന്നുള്ള കാലം അവരത് തിരിച്ചറിയത്തില്ല. പിന്നെ ഒരു സമയം വരുമ്പോൾ ചിലപ്പോൾ അവർ ചിന്തിക്കും. ഇപ്പം ഞാൻ 4 വർഷത്തിന് മുമ്പൊക്കെ അല്പം മീൻ കഴിക്കുമായിരുന്നല്ലോ, കൊച്ചു മീനൊക്കെ, ഈ ഇറച്ചി പോലെ അല്ലാത്ത ഈ വെളുത്ത മീനൊക്കെ. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഇപ്പം എനിക്ക് എന്താ തോന്നുന്നത്?
അറിയാതെ ഞങ്ങൾ നിന്ന് പോയി. ആ ഭഗവാൻ അറിയാതെ അങ്ങ് നിർത്തിക്കൊള്ളും. അതുപോലെ എല്ലാവരെയും അങ്ങനെ ഭഗവാൻ ഇപ്പോൾ അവർ കഴിക്കുകയോ എടുക്കുകയോ, കാരണം ഈ ലോകത്ത് നമ്മൾ ഒരാളോ രണ്ടാളോ നിർത്തിയാൽ നിൽക്കുന്നതാണോ ഈ ലോകം എന്തായി മാറിക്കിടക്കുക. അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. അറിവുള്ളവർ അറിയുക, അറിയാത്തവർ അങ്ങനെ ഇരുന്നോട്ടെ. അവർ മൗഢ്യത്തിലുള്ളവരാണ് എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം. നീ അവരെ ഇളക്കി തീർക്കരുതേ, അവർ മൗഢ്യമാണ്, അവർ പറഞ്ഞ് നന്നാക്കാൻ ശ്രമിക്കണ്ട. അവർ ആ ചെവിയുള്ളവനെ കേൾക്കൂ. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം ഹരി ഓം ഹരി ഓം.